സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിയമന പ്രശ്നത്തിൽ നേരത്തെ എടുത്ത നിലപാട് മാറ്റി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സ്ഥിര നിയമന നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് ഫെബ്രുവരി 21 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം സുപ്രീംകോടതിയുടെ സ്ഥിര നിയമന ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഫെബ്രുവരി 26 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ സായാഹ്ന നിൽപ്പ് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തണമെന്ന 2025 മാർച്ച് 7 സുപ്രീംകോടതി ഉത്തരവ് സാമ്പത്തിക ബാധ്യത മൂലം നടപ്പാക്കാൻ കഴിയില്ല എന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി ഫെബ്രുവരി 16 സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. കേരളത്തിൽ 7,964 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തികകൾക്ക് 358 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടാവുമെന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ 2,707 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് കേരളത്തിൽ SSK പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിലുള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ശനിയാഴ്ച ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. രാജ്യത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഭിന്നശേഷി കുട്ടികൾക്ക് മികച്ച സേവനം ലഭിക്കാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തിക സൃഷ്ടിക്കണമെന്നായിരുന്നു സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നത്. താൽക്കാലികമായി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തണമെന്നും ശേഷം വരുന്ന തസ്തികകൾ നിലവിലെ റിക്രൂട്ട്മെൻറ്റ് സംവിധാനം വഴി നികത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. 3 മാസത്തിനകം നിയമന നടപടികൾ പൂർത്തീകരിക്കാനായിരുന്നു കോടതി നിർദ്ദേശം. എന്നാൽ താൽക്കാലിക അധ്യാപകരുടെ സ്ഥിര നിയമനത്തിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, RCA പ്രതിനിധി, ഭിന്നശേഷി കമ്മീഷണർ എന്നിവർ അംഗങ്ങളായ സ്ക്രീനിംഗ് കമ്മിറ്റി വേണമെന്ന നിർദ്ദേശം സർക്കാർ പാലിച്ചെങ്കിലും കോടതി വിധി വന്ന് 11 മാസം കഴിഞ്ഞിട്ടും കമ്മിറ്റി പ്രവർത്തനക്ഷമമായിരുന്നില്ല. ഇതിനിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സ്ഥിര നിയമന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നായിരുന്നു ഫെബ്രുവരി 20 മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിലും പറഞ്ഞിരുന്നത്. ഫെബ്രുവരി 21 നിലപാടിൽ മലക്കം മറിഞ്ഞ മന്ത്രി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ നിയമനം വേഗത്തിലാക്കുമെന്ന് ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു. അധ്യാപകരുടെ നിയമന ഉത്തരവ് സംബന്ധിച്ച് വിശദാംശങ്ങൾ മന്ത്രി നൽകിയിട്ടില്ല. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ശമ്പളം പോലും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഫെഡറേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് KV അനൂപ് കുറ്റപ്പെടുത്തി. സ്ഥിര നിയമന ഉത്തരവ് കൈപ്പറ്റിയാലേ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ മന്ത്രിയുടെ പ്രസ്താവനയിൽ വിശ്വസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ സുപ്രീംകോടതിയുടെ സ്ഥിര നിയമന ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ 26 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ സായാഹ്ന നിൽപ്പ് സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 13, 14 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ രാപ്പകൽ സമരം നടത്തിയിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.